വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പിള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ മരിച്ചു. വാച്ചുമരം ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സയാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, അതിരപ്പിള്ളിയിൽ വീണ്ടും ഒരു കാട്ടാനാക്രമണം കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സ്ത്രീ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ എന്താണ്? മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിരപ്പള്ളിക്കടുത്തുള്ള വാച്ചുമരം എന്ന് പറയുന്ന ഒരു ആദിവാസി കോളനി ഉണ്ട്. ഈ ആദിവാസി കോളനിയിലെ ഊരുമൂപ്പന്റെ ഭാര്യ 62 വയസ്സുള്ള വത്സയാണ് ആക്രമണത്തിൽ മരണപ്പെട്ടത്. ഈ ഊരുമൂപ്പൻ രാജനും ഭാര്യ വത്സയും ചേർന്ന് വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയതായിരുന്നു. ഈ പ്രധാന പാതയോട്, അതിരപ്പള്ളി മലക്കപ്പാറ പാതയോട് ചേർന്നുള്ള വനവകുപ്പിന് അധീനതയിലുള്ള ഒരു റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. വനഭൂമിയിൽ വെച്ച് തന്നെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ഇതിനിടെ ഊരുമൂപ്പൻ രാജൻ അവിടെ നിന്നും ഓടി മാറി. പക്ഷേ വത്സയ്ക്ക് ഓടി മാറാനായില്ല. ഉടനടി അടുത്തെത്തിയ ആന വത്സയെ തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ ആനയുടെ അടിയിൽ തലയ്ക്കാണ് ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചത്. ഉടൻ തന്നെ രക്തം വാർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ സമീപത്ത് നിന്നും ലഭിച്ച ഒരു വാഹനത്തിൽ, ജീപ്പാണെന്ന് പറയുന്നു, ഈ വാഹനത്തിൽ ഇവരെ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെ വിവരമറിഞ്ഞ വനവകുപ്പ് വാഴച്ചാലിൽ വെച്ച് ആംബുലൻസ് സംവിധാനം ഒരുക്കിയിരുന്നു. ഈ വാഴച്ചാലിൽ വെച്ച് ഇവരെ ആ താൽക്കാലിക വാഹനത്തിൽ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റി. ഇതിനിടെ അമിതമായി രക്തം വാർന്നു പോയി വത്സ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വത്സയുടെ മൃതദേഹം അവിടെ നിന്നും ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. നമുക്കറിയാം, ഈ മേഖലയിൽ നാളുകളായി കാട്ടാനയുടെ ആക്രമണം ഉള്ള ഒരു സ്ഥലമാണ്. കാട്ടാന മാത്രമല്ല, പുലിയുടെ ആക്രമണവും ഈ മേഖലയിൽ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസമാണ് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിനു മുന്നേ കോയമ്പത്തൂർ സ്വദേശികളായ ഭാര്യയും ഭർത്താവും ചേർന്ന് ഇരുചക്ര വാഹനത്തിൽ വരുന്നതിനിടെ കാട്ടാന ഈ യുവതിയെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുന്ന ഒരു സംഭവം ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ഇതുപോലെ തന്നെ സമാന രീതിയിൽ നിരവധി ആക്രമണങ്ങൾ കാട്ടാനയും അതുപോലെ പുലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മലക്കപ്പാറയിൽ നമുക്കറിയാം, നാളുകൾക്ക് മുൻപ് 5 വയസ്സുകാരനായ ഒരു ബാലൻ മാതാപിതാക്കളോടൊപ്പം കുടിവെള്ളം ശേഖരിക്കാനായി പുഴയിലേക്ക് പോയതായിരുന്നു. ഈ ബാലനെ പുലി ആക്രമിച്ചു. അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ബാലൻ വലിയ അതേ രക്ഷപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ദിവസങ്ങളോളം ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനയുടെയും അതുപോലെ പുലിയുടെയും ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ 62 വയസ്സുള്ള ഒരു സ്ത്രീ ഇപ്പോൾ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഹരിത. ശരി. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചു. വിശദാംശങ്ങൾ നൽകിയത് അനീഷ് ആന്റണി.